ബി പോസിറ്റീവ് ചാനലിൻ്റെ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയിൽ കൂടെയുള്ളത് എൻ്റെ കുടുംബവും അനുജൻ്റെ കുടുംബവുമാണ്. ഞങ്ങൾ 7 പേരാണ് യാത്ര പോകുന്നത്. ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ഭാര്യ സുമതി, ഇത് മകൻ സൂരജ്, കൃഷ്ണേന്ദു, അനുജൻ ദിലീപ് കുമാർ, അനുജൻ്റെ ഭാര്യ വിജിത, മകൾ നിവേദിത ദിലീപ്. ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. ഇത് മരുമകൻ നിവേദാണ്, മലപ്പുറത്തുകാരനാണ്. പ്രകൃതി ഭംഗി കൊണ്ടും തണുത്ത കാലാവസ്ഥ കൊണ്ടും ഊട്ടി വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാണ്. ഊട്ടിയിലേക്കുള്ള വഴി അതിലും മനോഹരമാകും യാത്ര മസിനഗുഡി വഴിയായാൽ. മസിനഗുഡി വഴി ഊട്ടി കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡല്ലേ ഇത്? ചിലർക്കെങ്കിലും കേട്ട് മടുത്ത് കാണും. എന്നാൽ മസിനഗുഡി വഴി ഊട്ടി യാത്രയിൽ അറിയേണ്ട പലതുമുണ്ട്. പ്രകൃതി ഭംഗി കൊണ്ടും തണുത്ത കാലാവസ്ഥ കൊണ്ടും ഊട്ടി വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാണ്. ഊട്ടിയിലേക്കുള്ള സഞ്ചാരം അതിലും മനോഹരമാകും യാത്ര മസിനഗുഡി വഴിയായാൽ. തമിഴ്നാട്ടിലെ ഒരു വിദൂര ഗ്രാമമാണ് മസിനഗുഡി. അടുത്തുള്ള സ്ഥലങ്ങളായ ഊട്ടി, കോയമ്പത്തൂർ, മുതുമല വന്യജീവി സങ്കേതം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് വഴി എത്തിച്ചേരാം. ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെ നീലഗിരിയിലാണ് മസിനഗുഡി എന്നത് തന്നെയാണ് ആ സ്ഥലത്തെ സുന്ദരമാക്കിയത്. 2016 പുറത്തിറങ്ങിയ ദുൽഖർ സൽമാൻ ചിത്രം കലിയിലെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മസിനഗുഡി റോഡിലാണ്. മഞ്ഞ് പുതച്ചു കിടക്കുന്ന പാതകളാണ് മസിനഗുഡിയുടെ ഭംഗി. ഡിസംബർ തുടങ്ങുന്നത് മുതൽ മസിനഗുഡിയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങും. ഇടുങ്ങിയ റോഡും കുത്തനെയുള്ള കയറ്റങ്ങളും 36 ഹെയർപിൻ വളവുകളും അടങ്ങുന്നതാണ് മസിനഗുഡി മുതൽ ഊട്ടി വരെയുള്ള റോഡ്. തോണികളുള്ള തടാകങ്ങളും റോഡിലൂടെ പാഞ്ഞു പോകുന്ന മാനുകളും റോഡ് സൈഡിൽ മരങ്ങൾക്ക് പിറകിലായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ആനകളുമെല്ലാമാണ് ട്രെൻഡിങ്. വീഡിയോകളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത മസിനഗുഡിയെ ഇതുവഴിയുള്ള യാത്രയിൽ എന്തായാലും കാണാം. സോഷ്യൽ മീഡിയയിൽ മസിനഗുഡി ട്രെൻഡായതോടെ സഞ്ചാരികൾ കൂട്ടത്തോടെ ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഇതോടെ ഗതാഗത കുരുക്കിലാണ് ഈ പ്രദേശം. വീക്കെൻഡിൽ അടുക്കാൻ കഴിയാത്ത തിരക്കാണെന്നാണ് അറിയുന്നത്. രസകരമായ കാഴ്ചകൾ പ്രതീക്ഷിച്ചിരുന്ന് തിരക്കിൽപ്പെട്ട് കാഴ്ചകൾ മിസ്സായി മടങ്ങിയ പലരും ട്രെൻഡിങ് വീഡിയോകളെ ശപിക്കുകയാണിപ്പോൾ. മാനുകളോ ആനകളോ റോഡിലേക്ക് ഇറങ്ങിയില്ല. റീലുകളിൽ കണ്ട മഞ്ഞുമൂടിയ മൂടൽ മഞ്ഞിൽ നിന്ന് വ്യത്യസ്തമായി ഈർപ്പമുള്ള കാലാവസ്ഥയായിരുന്നുവെന്നെല്ലാമാണ് പലരുടെയും പരാതി. യാത്രയെക്കുറിച്ച് പലപ്പോഴും വ്യത്യസ്തമായ ധാരണകളാണ് നമുക്ക് ഉള്ളത്. പലരും കുറേ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുക എന്നുള്ളതിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൃശ്യാനുഭവം മാത്രമാണോ ഒരു യാത്ര? ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല, ദൃശ്യാനുഭവം എന്ന് പറയുന്നത് മറ്റനുഭവങ്ങൾ പോലെ അത്രയും പ്രാധാന്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ ജീവിത അനുഭവം തന്നെയാണ് ഒരു യാത്ര കൊണ്ട് നമ്മൾ നേടേണ്ടത്. ജീവിതാനുഭവം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷവും സുഖവും മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. എല്ലാതരം അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതാനുഭവം എന്ന കാര്യം സാർത്ഥകമാകുന്നത്. യാത്ര പലവിധമാണ്. സ്കൂളിൽ നിന്നൊക്കെ പോകുന്നത് നമുക്ക് അധ്യയന യാത്ര എന്ന് പറയാം. അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് തീർത്ഥയാത്രയാണ്. സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ ഉല്ലസിക്കാനും പോകുന്നതിന് നമ്മൾ ഉല്ലാസയാത്ര എന്ന് പറയുന്നു. കൂടാതെ ഇതൊന്നുമല്ലാതെ തന്നെ പല ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു പേര് പറയുന്നില്ല. പക്ഷേ യാത്ര ഏതു തന്നെയായാലും അത് നമുക്ക് അനുഭവം നൽകുന്നുണ്ട് എന്നതാണ് സത്യം. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ യാത്രയിലൂടെ നമുക്ക് കൈവരിക്കാനുള്ളത്. പഠനം അനുഭവമാണ്,
അനുഭവത്തിലൂടെ ആകണം പഠനം, അനുഭവത്തിലൂടെ പഠിച്ച പാഠങ്ങൾ മറക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ് റൂമുകളിലും അല്ലാതെയുമൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഗുരുനാഥൻ, ചിലപ്പോൾ ഏറ്റവും മോശം ഗുരുനാഥനും അനുഭവം തന്നെയാണ്. അനുഭവം എന്ന ഗുരുനാഥനെ കുറിച്ചൊരു കുറ്റം പറയാറുള്ളത് പലപ്പോഴും പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും പഠനം എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാവുകയും അപ്പോൾ അത് കൈപ്പേറിയ ഒരു പരീക്ഷയുടെ സ്വഭാവമാവുകയും അതിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പഠനം കാരണം ഉണ്ടാകുന്ന അറിവ് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, എപ്പോഴും നമ്മൾ അത് ഓർമ്മിക്കുന്നു എന്നതാണ് ഈ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ കുറേ അക്ഷരങ്ങൾ, ഗണിതം, ചതുഷ്ക്രിയകൾ, ശാസ്ത്രം, സാമൂഹ്യ അവബോധം, ഇതൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഹൃദയം കൊണ്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. ഹൃദയം കൊണ്ട് പഠിക്കുന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നില്ല. അക്ഷരങ്ങളും ഗണിതവും ശാസ്ത്ര സത്യങ്ങളും ചരിത്രബോധവും ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ഉണ്ടാവുമെങ്കിലും അവ അനുഭവങ്ങളുമായി കൂട്ടിയിണങ്ങി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറിവിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. അതായത് സ്കൂളിൽ വെച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്നും അതിനുശേഷം വെളിയിൽ വെച്ചാണ് നമുക്ക്, സ്കൂളിന് പുറത്ത് വെച്ചാണ് നമുക്ക് വേണ്ട അറിവ് ലഭിക്കുന്നത് എന്നുമാണ് യഥാർത്ഥത്തിൽ സത്യം. അതിനുദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ ഒരു ഡോക്ടർ, അദ്ദേഹം മരുന്നിനെക്കുറിച്ച് പഠിക്കുന്നു, ശസ്ത്രക്രിയയെക്കുറിച്ച് പഠിക്കുന്നു, രോഗാവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നു, രോഗലക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ അങ്ങനെ പഠിച്ചു വരുന്ന ഒരാൾ നല്ലൊരു ഡോക്ടർ ആകണമെങ്കിൽ നല്ല പരിചയം ഉണ്ടാവണം എന്നാണ് സാധാരണ നാട്ടുമ്പുറത്ത് പോലും പറയാറുള്ളത്. പരിചയസമ്പന്നനായ ഡോക്ടർ എന്ന് പറയുന്നു. ഈ പരിചയം എന്താണ്? ചികിത്സാനുഭവങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് ഉണ്ടാകുന്ന, ആർജിതമാകുന്ന ഒരു കഴിവാണ്, ഒരറിവാണ് ഈ പരിചയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ മുൻപരിചയം ചോദിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ആ പരിചയത്തിലൂടെ അയാൾ ആർജിച്ചിരിക്കുന്നത് സ്കൂളിൽ നിന്നോ മറ്റ് സർവകലാശാലകളിൽ നിന്നോ നേടിയ അറിവുകളേക്കാൾ എത്രയോ ബൃഹത്തായിരിക്കും. പക്ഷേ അത് അളക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചിത രൂപം കാണാനോ നമുക്ക് സാധ്യമല്ല. പ്രവൃത്തിപഥത്തിൽ അയാൾ വരുമ്പോൾ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്നാകാം, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിന്നാവാം, പുറത്ത് നമ്മൾ ഇടപെടുന്ന ആൾക്കാരിൽ നിന്നാവാം, യാത്രയിലുണ്ടാകുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നിന്നാവാം, പല കാഴ്ചകളിൽ നിന്നാവാം. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് ആർജിച്ചെടുക്കലാണ് യഥാർത്ഥത്തിൽ ഒരു യാത്ര. വീട്ടിലിരിക്കുമ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുന്നില്ല. നമുക്ക് ദിവസവും ആവർത്തിച്ചു വരുന്ന അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ്, നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴാണ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ കരുത്തനാക്കുന്നത്, പ്രാപ്തിയുള്ളവനാക്കുന്നത്, അതുപോലെ തന്നെ അവനെ ശുദ്ധീകരിക്കുന്നത്, അവൻ്റെ എല്ലാ കഴിവുകളെയും പുറത്തെടുക്കാൻ സഹായിക്കുന്നത് ഒക്കെ ജീവിത അനുഭവങ്ങളാണ്. ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഊതി കാച്ചിയെടുത്ത ഒരു പൊന്നുപോലെ ആയി മാറുന്നത്. ഉരുക്കിടുന്നു എഴുന്നീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെയേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ എന്ന കവിവചനം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അനുഭവങ്ങളുണ്ടാവണം, കുട്ടിക്കാലത്തെ അനുഭവങ്ങളുണ്ടാവണം. കുട്ടിക്കാലത്ത് വേണ്ടത്ര അനുഭവങ്ങളില്ലാതെ എല്ലാം ഇൻസ്റ്റൻ്റായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ
എന്ന് പറയുന്നത്. അതിൻ്റെ പോരായ്മകൾ ഇന്നത്തെ പുതിയ തലമുറയിൽ നമുക്ക് കാണാനും കഴിയും. പഴയ ഒരു തലമുറയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുകയും നേർക്കുനേരെ ജീവിതത്തെ സമീപിക്കുകയും നേരിടുകയും ചെയ്ത് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാപ്തി കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് അഥവാ നിലനിൽക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഈ ലഗോൺ കോഴികളെ വളർത്തുന്നത് പോലെയാണ് കുട്ടികളെ വളർത്തുന്നത്. ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, അവിടുന്ന് വീണ്ടും തിരിച്ച് വാഹനത്തിൽ വീട്ടിലേക്ക്. പുറം കാഴ്ചകൾ കാണുന്നില്ല, മണ്ണ് ചവിട്ടുന്നില്ല, പുറത്തുള്ള വായു എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. യാതൊരു അനുഭവവുമില്ലാതെ ഈ ബ്രോയിലർ കോഴികളെ വളർത്തുന്നത് പോലെ കുട്ടികളെ വളർത്തിയാൽ അവരെന്താകും എന്ന് വിശേഷിച്ച് നമ്മൾ പറയേണ്ടതില്ല. എന്നാലോ ഇപ്പോൾ ഒരു സാധാരണ നാട്ടുമ്പുറത്തെ ഒരു ഗവൺമെൻറ് വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ഏത് പരിതസ്ഥിതിയെയും നേരിടാൻ പ്രാപ്തിയുള്ളവനായിത്തീരുന്നു എന്നുള്ളത് ഈ ജീവിതാനുഭവങ്ങൾ നേർക്കുനേരെ അനുഭവിച്ചതിൻ്റെ ഗുണമാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കേണ്ടി വരും. പൊതുകാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നമുക്ക് യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കൂടുതൽ വിശദീകരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പൊതുകാര്യങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. 2 വാഹനങ്ങളിലായിരുന്നു യാത്ര, 2 കാറുകൾ. ഒന്ന് എൻ്റെ സിസ്റ്ററുടേതാണ്, മറ്റേ കാർ എൻ്റെതാണ്. സിസ്റ്ററുടെ കാറ് അനുജനാണ് ഡ്രൈവ് ചെയ്യുന്നത്, എൻ്റെ കാറ് ഞാൻ തന്നെയും. ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഒരു 3 മണിയോടെ രാവിലെ പുറപ്പെട്ടു. ഈ 3 മണിക്കൊക്കെ പുറപ്പെടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ട്രാഫിക് പ്രശ്നങ്ങൾ തന്നെയാണ്. ട്രാഫിക് പരമാവധി നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല, റോഡ് വിജനമായിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യ സ്പീഡിൽ പോകാം. വിശേഷിച്ചും ഡ്രൈവിങ്ങിൻ്റെ എക്കണോമിക് സോൺ നമുക്ക് എപ്പോഴും അത് കീപ്പ് ചെയ്യാൻ കഴിയും. കുറച്ചുകൂടെ മൈലേജ് കിട്ടും വണ്ടിക്ക്. ദീർഘയാത്രയൊക്കെ ആകുമ്പോൾ മൈലേജ് വളരെ പ്രധാനമാണല്ലോ. എൻ്റെ ഒട്ടുമിക്ക യാത്രകളും രാവിലെയാണ്. ചിലപ്പോൾ 2 മണിക്ക് തന്നെ ഇറങ്ങും. നേരത്തെ കിടന്നുറങ്ങി നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം രാവിലെ 2 മണിക്ക് യാത്ര പുറപ്പെടും. വളരെ സുഖമാണ് വിജനമായിട്ടുള്ള റോഡിലൂടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മുൻപിൽ നിന്ന് വരുന്ന ലോറികളും മറ്റും അത്ര ശ്രദ്ധയോടുകൂടി ആയിരിക്കില്ല വാഹനം ഓടിക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. കണ്ണിലേക്ക് ഒരിക്കലും ഡിമ്മടിച്ച് തരുന്ന പരിപാടി ഈ ട്രക്ക് ഡ്രൈവർമാർക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ സുഖകരമാണ് രാവിലത്തെ യാത്ര എന്ന് പറയുന്നത്. വലിയ ചൂടില്ല, അതുകൊണ്ട് AC ഇടണ്ട, തിരക്കില്ല, നല്ല മൈലേജ് കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തുകയും ഭക്ഷണം അവിടെയുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഒരു ഡോർമെട്രി ബുക്ക് ചെയ്തത്. ആ ഡോർമെട്രിയിൽ വെച്ച് ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സിലാക്കി അവരുടെ ഭക്ഷണത്തെക്കാളും കുറച്ചുകൂടെ നല്ലത് പുറത്തുള്ള ഭക്ഷണമാണ് എന്ന്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, പുറത്ത് ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചത്. മസനഗുഡിയിൽ ഒരു ദിവസം അവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഊട്ടിയിലേക്ക് പോകണം. അന്ന് വൈകുന്നേരം തന്നെ യാത്രകളൊക്കെ പൂർണ്ണമാക്കണം. അവിടെ ടൈഗർ ഫോറസ്റ്റ് ഉണ്ട്, അതിലേക്ക് ഒരു വാഹനത്തിൽ അവരുടെ വാഹനത്തിൽ പോകാവുന്നതാണ്. കൂടാതെ വിഭൂതിമല എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ പോകേണ്ടതുണ്ട്. അത് ഓഫ് റോഡാണ്. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്, ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ കയറിയാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം, അസ്തമനം കാണാം. വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വിഭൂതിമല എന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിഭൂതിമലയാണ്. മലയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോരുന്ന ചിത്രമാണ് ഈ സമയത്ത് കാണുന്നത്. ഇത്ര നേരവും അവിടെ ഞങ്ങൾ വളരെ രസകരമായിട്ട് സമയം ചിലവഴിച്ചു. ഇനി താഴോട്ട് വന്ന് കാട്ടിനുള്ളിലേക്ക് മൃഗങ്ങളെ കാണാൻ പോകേണ്ടതുണ്ട്. അത് ഭാഗ്യം പോലെയാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടും,
ചിലപ്പോൾ കാര്യമായ കാഴ്ചകളൊന്നും കിട്ടിയില്ല എന്നും വരും. കാണാനുള്ളത് വിശേഷിച്ചും മാനുകൾ, അതുപോലെ തന്നെ ആന, കാട്ടുപോത്ത്, ചില സന്ദർഭങ്ങളിൽ ദൂരെ കടുവയൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. കടുവയൊക്കെ വളരെ അപകടകാരികളാണ്. നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരിക്കലും ഡ്രൈവർ സമ്മതിക്കാറില്ല. പുറത്തിറങ്ങിയാൽ അപകടം തന്നെയാണ്. പുറത്തിറങ്ങാതെ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് അവർ അനുഭവ സാക്ഷ്യം പറയുന്നത്. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞങ്ങളാരും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, വാഹനത്തിൽ തന്നെ ഇരുന്നു. ഒരു ജീപ്പാണ്, 4 വീൽ ഡ്രൈവ് ജീപ്പാണ്. അപ്പോൾ ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നല്ല കുലുക്കമുണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ നല്ല കുലുക്കമുണ്ട് എന്നേ ഉള്ളൂ. സാധാരണ റോഡിൽ കാട്ടിനുള്ളിലേക്കൊക്കെ സാധാരണ ടാർ ചെയ്ത റോഡാണ്. അതിവിടെയൊന്നും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ല. കാട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. കാട്ടാനകളുണ്ട്, അതുപോലെ തന്നെ കുറുനരി, ചെന്നായ്ക്കൾ, മാനുകൾ. അങ്ങനെ സാധാരണഗതിയിൽ കാണുന്ന കാഴ്ചകൾക്ക് പുറമെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് ഒരു 19ഓളം ചെന്നായ്ക്കൾ ചേർന്ന് ഒരു മാനിനെ കൊന്ന് തിന്നുന്നതാണ്. വളരെ ദൂരെയുള്ള കാഴ്ചയാണത്. നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അത്രയും ദൂരെയുള്ള വീഡിയോ ദൃശ്യം പകർത്താൻ പറ്റുന്ന ഒരു സംവിധാനം, ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. സൂം ചെയ്തെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല പുറത്തിറങ്ങി എടുക്കുമ്പോൾ മാത്രമേ അത് കൂടുതൽ വ്യക്തമായിട്ട് ലഭ്യമാവുകയുള്ളൂ. അവിടെ തന്നെ അത് കൃത്യമായിട്ട് പകർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണത്. 10-60ഓളം ചെന്നായ്ക്കൾ. അവ എല്ലാ സമയവും തിന്നുകൊണ്ടിരിക്കുകയല്ല, കുറേ എണ്ണം നമ്മളെയൊക്കെ ഇങ്ങോട്ടേ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇതേപോലെ തന്നെ നമുക്കും നമ്മൾ പെട്ടാലും ഇങ്ങനെയായിരിക്കുമല്ലോ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു കാഴ്ച കണ്ടു. പിന്നെ മറ്റൊരു സംഭവം ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെ ഒരു മലയുടെ താഴ്വാരം കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ വെച്ചിട്ട് കുറച്ച് മുമ്പ് ഒരു സ്ത്രീയെ, തമിഴ് സ്ത്രീയെ വിറക് ശേഖരിക്കാൻ വന്ന സമയത്ത് ഒരു കടുവ ആക്രമിച്ച് കൊന്നു തിന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല അതിനുശേഷം ഈ കടുവ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മനുഷ്യമാംസത്തിൻ്റെ രുചി ആ കടുവ അറിയുന്നത്, അതിനുശേഷം പിന്നെയും ഒരാളെ ആക്രമിച്ചു കൊന്നു അവിടെ തന്നെ. പിന്നെ കുറച്ച് കാലത്തേക്ക് വിവരമൊന്നുമില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള ഒരു 10-20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കാട്ടിൽ ഇതേപോലെ തന്നെ ഒരാളെ ഒരു കടുവ കൊല്ലുകയുണ്ടായി. അപ്പോഴാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, ആദ്യം സ്ത്രീയെ കൊന്ന കടുവ തന്നെയാണ് 20 കിലോമീറ്ററോളം ദൂരെ സഞ്ചരിച്ച് മറ്റൊരു മനുഷ്യനെയും കൊന്നിരിക്കുന്നത് എന്ന്. അതായത് ഒരു പ്രാവശ്യം മനുഷ്യനെ കൊന്നു തിന്നാൽ, അല്ലെങ്കിൽ മനുഷ്യ മാംസത്തിൻ്റെ രുചി അറിഞ്ഞാൽ, പിന്നെ എപ്പോഴും മനുഷ്യനെ തേടി നടക്കും പോലും ഈ കടുവ. കടുവകളുടെ സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. പുലിയും കടുവകളൊക്കെ അങ്ങനെയാണ്. അത് ഏതെങ്കിലും ഒരു ജീവിയെ, മനുഷ്യനെന്ന് മാത്രമല്ല ഒരു പർട്ടിക്കുലർ ജീവിയെ അതിന് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരം ജീവികളെ കിട്ടുമ്പോൾ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ചില കടുവകൾ ആ പ്രത്യേക ഇരയെ അന്വേഷിച്ച് നോക്കി കണ്ടുപിടിച്ച് കൊന്നു തിന്നുന്നതും പതിവാണത്ര. അവസാനം ഫോറസ്റ്റ് അധികൃതർ ആ കടുവയെ പിടികൂടി സൂവിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നരഭോജി കടുവകളൊക്കെ കാട്ടിലുണ്ടാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിന് പുറത്ത് വെളിയിൽ ഇറങ്ങി നടക്കുന്നത് വളരെ അപകടകരമാണ്. പലപ്പോഴും ഈ അപകടത്തിൽ പോയി ചാടുന്നത് ഈ റോഡിൽ ഇറങ്ങി പല വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ചെറുപ്പക്കാരൊക്കെയാണ് പോലും. പ്രത്യേകിച്ചും ഈ 2 വീലറിൽ യാത്ര ചെയ്യുന്നത് അപകടകരമാണ് എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള വാഹനത്തിലാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര പോകേണ്ടത്. പിന്നെ മറ്റൊരു കൂട്ടർ, അപകടത്തിൽപ്പെടുന്ന മറ്റൊരു കൂട്ടർ, കാട്ടിൽ പലതും ശേഖരിക്കാൻ പോകുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും അതുപോലെ അല്ലാത്ത ആൾക്കാരൊക്കെയാണ്. പലതും ശേഖരിക്കാൻ, വിറക് ശേഖരിക്കാനും തേന് ശേഖരിക്കാനും ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പോകുന്നവരാണ് കടുവകളുടെ മുമ്പിലൊക്കെ പോയി പെടുന്നത്. യഥാർത്ഥത്തിൽ കടുവയുടെ മുമ്പിൽ നമ്മൾ പോയി പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ നടന്നു പോകുന്ന സമയത്ത് കടുവയും അതുപോലെ തന്നെ പുലിയൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ സാഗൂതം വളരെ നിശബ്ദമായി വീക്ഷിക്കുന്നുണ്ടാവും പോലും. നമ്മളറിയുന്നില്ല അത്. പൂച്ചയൊക്കെ
പതുങ്ങി പതുങ്ങി നടക്കുന്നത് പോലെ വളരെ ഒച്ചയുണ്ടാക്കാതെ, കരിയിലൊക്കെ പോലും ശബ്ദമുണ്ടാക്കാതെ നമ്മുടെ അടുത്തെത്തുകയും പെട്ടെന്ന് നമ്മുടെ മേലേക്ക് ചാടി വീഴുകയും ചെയ്യുന്നതാണ് ഈ കടുവകളുടെയും പുലിയുടെയും ഒക്കെ രീതി. മർജാര വംശത്തിൽപ്പെട്ട എല്ലാ ജീവികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോയാൽ പോലും നമ്മൾ അപകടത്തിൽ നമ്മൾ അറിയാതെ പോയി ചാടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പരമാവധി കാട്ടിൽ ഇറങ്ങി നടക്കാതിരിക്കുക, അല്ല തീരെ കാട്ടിൽ ഇറങ്ങി നടക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട വിറകൊക്കെ ശേഖരിക്കാൻ പോകുന്ന ആൾക്ക് അവർ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അവരെ കുറ്റം പറയാനും കഴിയില്ല. എന്നാലോ കാട്ടുമൃഗങ്ങൾക്ക് അവയുടെ കേന്ദ്രമാണ്, അവയുടെ വിഹാര കേന്ദ്രമാണ് കാട് എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് അതിക്രമിച്ച് യഥാർത്ഥത്തിൽ കയറുകയാണ്, നമ്മുടെ ബൗണ്ടറി വിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവയുടെ ആഹാരമാണ് യഥാർത്ഥത്തിൽ മറ്റ് ജീവികളെന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ പുലിക്കോ കടുവക്കോ സിംഹത്തിനോ ഒന്നും പുല്ലോ അല്ലെങ്കിൽ പച്ചക്കറിയോ പഴമോ ഒന്നും തിന്ന് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് മറ്റ് ജീവികളെ കൊന്നു തിന്നുക മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെയാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറാതെ അവയെ സ്വതന്ത്രമായി അവിടെ വിഹരിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് അവയെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കവചിതമായിട്ടുള്ള വാഹനങ്ങളിൽ കാടുകളിലേക്ക് പോകാം. ഇനിയിപ്പോൾ അവിടെ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ്, സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ട് വേണം കാട്ടിനുള്ളിൽ പ്രവേശിക്കാനും അവിടെ മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അപകടമില്ലാതെ രക്ഷപ്പെടാം. അവ മറ്റ് ജീവികളെയൊക്കെ ഒന്ന് തിന്ന് ജീവിച്ചോളും. നമ്മൾ അങ്ങോട്ട് അതിക്രമിച്ച് കയറാതിരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഈ വനങ്ങളൊക്കെ തന്നെ വളരെ പരിസ്ഥിതി സൗഹൃദമായി സംരക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നവർ അതൊന്നും ഗവനിക്കാറില്ല. അവർക്ക് അവരുടെ കാര്യം എന്നുള്ള രീതിയിലാണ്. ഈ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇതുവരെ മനുഷ്യന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ഒരല്പം ഓക്സിജനോ അല്ലെങ്കിൽ വെള്ളമോ നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അറിയാം. പക്ഷേ ഒരു ദിവസത്തേക്ക് മുഴുവൻ ഏകദേശം 10,000-3000 രൂപയോളം വിലയുള്ളതാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ട വെള്ളം എന്ന് പറയുന്നത് വില കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 10-50 ലിറ്റർ വെള്ളത്തിന് എത്ര പണം കൊടുക്കേണ്ടി വരും എന്ന് ഒന്ന് കണക്കൂട്ട് നോക്കിയാൽ മതി. പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ചിലവിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ വെള്ളവും വായുവും പൈസ കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയിൽ ഏകദേശം നല്ലൊരു 14,000 രൂപയോളം നമുക്ക് മുടക്ക് മുതലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ധനം തന്നെയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമുക്ക് മാത്രമുള്ളതല്ല, അടുത്ത തലമുറയ്ക്ക് കൂടെ വേണ്ടിയുള്ളതാണ്. നമ്മൾ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് നമുക്ക് നൽകാവുന്ന, തിരിച്ചേൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ഈ പ്രകൃതിയും തന്നെയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മനോഹരമായ നല്ല വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്യുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു.